കൂട്ടുകാരെ, ഇന്നത്തെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വന്നു. എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. എല്ലാവരും ലൈക്ക് അടിക്കാനും മറക്കരുത്. പിന്നെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് വന്നത്. നമ്മൾ ഈ മക്കളെയൊക്കെ വളർത്തി സ്കൂളിലൊക്കെ വിട്ട് കോളേജിലൊക്കെ വിട്ട് പഠിപ്പിക്കും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഈ പേരൻസ് ടീച്ചേഴ്സ് മീറ്റിംഗ് വരും. അത് കൃത്യമായിട്ട് എല്ലാവരും പങ്കെടുക്കണം. കാരണം എന്തെന്ന് വെച്ചാൽ ഇത് ഒരു നമ്മുടെ മക്കൾ എങ്ങനെയൊക്കെ ഉണ്ട്, അവരുടെ പെർഫോമൻസൊക്കെ എങ്ങനെയാണ്, ക്ലാസ്സിൽ അവരുടെ വിലയിരുത്തൽ, ടീച്ചേഴ്സിൻ്റെയൊക്കെ വിലയിരുത്തൽ, ഇവരെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയണമെങ്കിൽ നമ്മൾ ഈ മീറ്റിങ്ങിന് പോകണം. എന്നിട്ട് പോയി അവിടെ ചെന്ന് അതാത് സബ്ജക്റ്റ് സാറന്മാരെയൊക്കെ കണ്ട് അവരുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം. നമ്മുടെ മക്കളുടെ നിലവാരം എത്രമാത്രം ഉണ്ട്. നമ്മൾ അങ്ങനെ ഇടയ്ക്കൊക്കെ കോളേജിലും അല്ലെങ്കിൽ സ്കൂളിലൊക്കെ വിസിറ്റ് ചെയ്യുമ്പം ഈ കുട്ടികൾക്ക് ഒരു പേടി വരും. ഇങ്ങനെ പറ്റത്തില്ല, നമ്മളെ ഗവനിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇങ്ങനെയൊന്നും പഠിച്ചാൽ പോരാ, ഒന്നും കൂടെ ബെറ്റർ ആവണമെന്നൊക്കെ ഉള്ളൊരു ചിന്ത അവർക്ക് വരും. അത് ഒരു രീതിയിലുള്ള ഒരു മോട്ടിവേഷനായിട്ട് ആ കുട്ടികൾ അതങ്ങ് എടുക്കും. പിന്നെ മാത്രമല്ല, നമ്മളെ മുമ്പിൽ വെച്ച് സാറന്മാർ വഴക്ക് പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപദേശം കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ഇവരുടെ മനസ്സിലങ്ങ് നല്ലതുപോലെ കൊള്ളും. അങ്ങനെ അത് പോസിറ്റീവായിട്ട് എടുക്കുന്നവർ എന്തെങ്കിലും വഴക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും സാറ് ഇത്രയൊന്നും പോരാ, ഇനിയും ബെറ്റർ ആവണമെന്നങ്ങനെ അഭിപ്രായം പറയുകയാണെങ്കിൽ ചിലപ്പോൾ അതവർക്ക് വിഷമമാവും. അങ്ങനെ വിഷമം വരികയാണെങ്കിൽ ഇവരത് നല്ലതുപോലെ അടുത്ത പരീക്ഷയ്ക്ക് നല്ല സ്കോർ ചെയ്യും. അത് ഒരു പോസിറ്റീവ് മൈൻഡാണ് അവരൊക്കെ ഉണ്ടാകുന്നത്. നമ്മളങ്ങനെ അവരൊക്കെ പേടി വരണം. അതുകൊണ്ട് എല്ലാ പേരൻസും ഈ PTA മീറ്റിങ്ങിന് കൃത്യമായിട്ട് പങ്കെടുക്കണം. ഞാൻ അന്നേരം ഇപ്പോൾ ഇന്ന് എന്തുകൊണ്ടാണ് PTA മീറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ ഈ അടുത്തൊരു അവസരത്തിൽ PTA മീറ്റിങ്ങിന് പോയി. അതുകൊണ്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലാകും ഞാൻ ഇത് പറയുന്നതിൽ നിന്ന്. എല്ലാ കൂട്ടുകാരും അത് തീർച്ചയായിട്ടും പോകണം, അത്യാവശ്യമാണ് ഈ പെർഫോമൻസ് അറിയണമെങ്കിൽ. പിന്നെ ഇന്ന് എല്ലാ ദിവസത്തെയും പോലെ ഇന്നത്തെ ഒരു ദിവസവും കടന്നുപോയി. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടു പുഞ്ചിരി ദിനമെന്ന്. ഇപ്പോൾ എല്ലാ ദിവസങ്ങളും ഓരോരോ ദിവസങ്ങളാണ്, ഓരോ ഡേ ആയിട്ടങ്ങ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പുഞ്ചിരി ദിനം, വായനാ ദിനം, പിന്നെ ലോക ജനസംഖ്യാ ദിനം എന്ന് വേണ്ട ഓരോ 365 ദിവസവും ഓരോ ദിവസങ്ങളാണ്. ഇതെല്ലാം എങ്ങനെ പഠിക്കും എന്തോ, PSCക്കൊക്കെ ഇതിൻ്റെ ഓരോന്നൊക്കെ വരും. ഇതൊക്കെ എങ്ങനെ പഠിക്കുമെന്നുള്ളതാണ്. അതാത് ദിവസം പത്രം വായിക്കുമ്പം ഓരോന്ന് കിട്ടും. ചിലതൊന്നും നമ്മൾ മറന്നു പോകത്തില്ല. അത് നമുക്ക് ചിലതെല്ലാം നമ്മുടെ മെമ്മറിയിൽ അങ്ങനെ നിൽക്കും. പിന്നെ പത്രത്തിലൊക്കെ ആ ദിവസത്തിൽ ഓരോ പിന്നെ ഉദ്ഘാടനങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും, പിന്നെ വായനാ ദിനമാണെങ്കിൽ ഇപ്പോൾ വല്ല ലൈബ്രറികളിലും അവിടെ ഇവിടെയൊക്കെ ഓരോ പ്രോഗ്രാമുകൾ കോളേജുകളിലൊക്കെ അങ്ങനെ അതൊക്കെ ഇങ്ങനെ നിത്യേന വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിത്യാഭ്യാസം കൊണ്ടാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. എല്ലാ ദിവസവും ഒരു കാര്യം തന്നെ ചെയ്യുമ്പം നമ്മൾ നല്ല പെർഫെക്റ്റ് ആവും. എവിടെ ആയാലും അങ്ങനെയാണ്. നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കണം നമ്മൾ നന്നാവണം, ഇനിയും നമ്മൾ മെച്ചപ്പെട്ട് ഉയർന്നു വരണം, നല്ല പെർഫെക്റ്റ് ആവണമെന്ന് നമ്മൾ ചിന്തിച്ച് ഇങ്ങനെ പോകണം. പിന്നെ ഇപ്പോൾ നല്ല ദിവസങ്ങളാണ്, എല്ലാത്തിനും കൊള്ളാവുന്ന ദിവസങ്ങളാണ്. നവരാത്രി മഹോത്സവമൊക്കെ നടക്കുന്നത് കൊണ്ട് പ്രത്യേകം നമ്മുടെ മക്കളുടെ പേരിലും എല്ലാം നല്ല പഠിക്കുന്നതിനുമൊക്കെയുള്ള നല്ല പൂജകളും കാര്യങ്ങളും ഒക്കെ നടത്തിയ അതിൻ്റെ എല്ലാം ഗുണങ്ങൾ നമ്മളെ മക്കൾക്കും നമുക്കും എല്ലാം കിട്ടും. പിന്നെ ഈ കുട്ടികളുടെ വായനാശീലം എല്ലാം വളർത്തിയെടുക്കണം. ചില കുട്ടികൾ എത്ര വളർന്നാലും അവർ ഈ പിന്നെ ഓരോ മീഡിയം ഈ മൊബൈലിലും പിന്നെ കമ്പ്യൂട്ടറിലും ഒക്കെ കുട്ടികളായപ്പോഴത്തേന് ഈ വായനാശീലം കുട്ടികൾക്ക് വളരെ കുറവാണ്. വായനാശീലം കുറഞ്ഞാൽ നമ്മുടെ അറിവ് ഇത്തിരി ബാക്കിലോട്ടാവും. നമുക്ക് പല കണ്ടംപററി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഈ കൊച്ചു കുട്ടികളെ ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയത്തില്ലേ, കുട്ടിക്കാലത്തെ നമ്മൾ ഈ ശീലം കൾട്ടിവേറ്റ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ വലുതാകുമ്പോഴും അത് ചെയ്യും.
നമ്മൾ കതിരിൽ വളം വെച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല. ഈ കുട്ടികളെ കൊച്ചിലെ തന്നെ നമ്മൾ ഇതിനെ പ്രാപ്തരാക്കി എടുക്കണം. പത്രം ഡെയിലി വായിക്കാൻ. പത്രം വായിക്കുന്നതിലൂടെ നമുക്ക് നല്ല അറിവ് കിട്ടും. ഏത് പരീക്ഷ എഴുതണമെങ്കിലും ഈ കാര്യങ്ങൾ കുറേ അറിയണം. നമ്മൾ ഒരു പാരഗ്രാഫ് എഴുതണം, ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ പറ്റി എഴുതണമെങ്കിൽ നമുക്ക് ഈ വായനാശീലം ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഈ ചില കുട്ടികൾ ഇപ്പം വളർന്നു വരുന്ന ഈ അമുൽ ബേബീസ് ഉണ്ടല്ലോ, ഒരു സാറ് പറഞ്ഞതാണ് ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികളെക്കുറിച്ച് അമുൽ ബേബീസ് എന്ന്. ആ സാറത് പറഞ്ഞത് കൃത്യമായിട്ടുള്ള കാര്യമാണ്. ഇവർക്ക് ഈ കുറേ എല്ലാം നമ്മളിങ്ങനെ ഒരു കൊച്ചൊക്കെ ഉള്ളിടത്ത് എല്ലാം നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കും. അവരെ അങ്ങ് വഷളാക്കും, നമ്മൾ തന്നെ അങ്ങ് വഷളാക്കും. അപ്പോഴിവർ ഇതൊന്നും ചെയ്യത്തില്ല. അങ്ങനെ അമുൽ ബേബീസ് ആക്കാതെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പ്രാപ്തരാക്കി എടുക്കണം. എന്നാലേ ഈ ലോകത്ത് ഏത് സാഹചര്യം വന്നാലും നമുക്ക് ഇങ്ങനെ പിടിച്ച് നിന്ന് പോകാൻ പറ്റത്തുള്ളൂ. ഏത് പ്രതിസന്ധി വന്നാലും അത് മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ആർജവം കുട്ടികൾക്ക് ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. കേട്ടാ കൂട്ടുകാരെ, എല്ലാവരും അതുകൊണ്ട് മക്കളെ എല്ലാം നല്ല വായനാശീലമുള്ള കുട്ടികളാക്കി എടുക്കണം. അവരെ ശീലിപ്പിക്കണം. കുറേ പാടാണ്. ഇപ്പോൾ ഉള്ള കുട്ടികൾ നമ്മൾ പറയുന്നതൊന്നുമല്ല അവർ കേൾക്കുന്നത്. അവർക്ക് അവരുടേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അവർ അതനുസരിച്ചേ മുന്നോട്ട് പോകത്തുള്ളൂ. എന്നാലും നമുക്ക് പറഞ്ഞ് റെഡിയാക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യണം. കാരണം എല്ലാം വായിക്കുകയൊക്കെ ചെയ്തെങ്കിലേ ഇനി അങ്ങോട്ട് കാര്യമുള്ളൂ. കുറച്ച് പഠിച്ച് ഒരു ഇതൊക്കെ ആകുമ്പോഴത്തേന് പിന്നെയാണ്